എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിൽ തന്നെ മൂന്നാമത്തെ ചിത്രമാണ്. എൻ്റെ തുടക്കം മാസ്റ്റർ പീസിലൂടെ ആയിരുന്നു. മമ്മൂക്ക ചിത്രം അജയ് വാസുദേവ് ഡയറക്റ്റ് ചെയ്ത. അതിനുശേഷം ഇരയിലും നല്ലൊരു കഥാപാത്രത്തിൻ്റെ പേര്. അപ്പോൾ ഇന്നലെ സിനിമ കണ്ടവരിൽ ഈ കഥാപാത്രം മനസ്സിൽ പതിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിനിമ ഇറങ്ങിയ ദിവസം നമുക്ക് ഫസ്റ്റ്, അതായത് ഞങ്ങൾ എടപ്പള്ളി വനിതാ വിനീത തിയേറ്ററിൽ നല്ലൊരു റെസ്പോൺസ് ആണ് ലഭിച്ചത്. കാരണം ഷോയുടെ ഏറ്റവും അവസാനം ക്ലൈമാക്സിനോടനുബന്ധിച്ചും എല്ലാം നല്ലൊരു കൈയ്യടി കിട്ടി. അപ്പം ഞാൻ പേഴ്സണലി വിശ്വസിച്ചത് ഇനി തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നല്ലൊരു കളക്ഷൻ അല്ലെങ്കിൽ നല്ലൊരു റെസ്പോൺസും കാര്യങ്ങളുമായിട്ട് അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന, അതായത് മീഡിയയിലുള്ള ആളുകളും എല്ലാവരും, നമ്മുടെ അടുത്തറിയുന്നവരും എല്ലാവരും നല്ല റിപ്പോർട്ടുകൾ പറയുമ്പോഴും ഈ കുറച്ച് നാളുകൾക്കുള്ളിൽ നമ്മുടെ നാട്ടിൽ നടന്ന വലിയൊരു ദുരവസ്ഥയാണ് റിവ്യൂയിങ് എന്ന് പറയുന്നൊരു സംഭവം. റിവ്യൂ ചെയ്യുക പടങ്ങൾക്ക്. അതായത് എനിക്ക് പേഴ്സണലി തോന്നിയത്, നമ്മൾ ഒരു അഭിപ്രായം പറയുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി, ഒരു ഫീഡ്ബാക്ക്. പക്ഷേ ഒരു പടത്തെ ഡീഗ്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ മോശമായൊരു അവസ്ഥയാണ്. ഞാൻ ഇന്ന വ്യക്തി എന്ന് പറയുന്നില്ല, നിങ്ങൾക്കറിയാം ഈ പറഞ്ഞ ദുരവസ്ഥ ഉണ്ടാക്കുന്ന വ്യക്തി ആരാണെന്നും എന്താണെന്നും. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുണ്ട്. ഇപ്പോൾ ഒരാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. അതായത് ഒരു ചാനൽ നമുക്ക് സ്വന്തമായി തുടങ്ങാം, അതിലൂടെ നമുക്ക് അഭിപ്രായങ്ങൾ പറയാം. പക്ഷെ ഈ ഒരു ട്രെൻഡ് എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷമായിരിക്കും. കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മൾ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ തിയേറ്ററിൽ പോവുക, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊമോഷൻസ് കാര്യങ്ങൾ കണ്ടാണ് ആളുകൾ തിയേറ്ററിലോട്ട് എത്തിയിരുന്നത്. പക്ഷെ ഇപ്പോൾ കേവലം ഒരൊറ്റ ദിവസം, അതായത് ഒരു പടം ഏറ്റവും മോശാവസാന പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് മുതൽ റിവ്യൂ തുടങ്ങുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? അവിടെ മുതൽ പടം മുഴുവൻ കണ്ടു തീർക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലൊരു അവസ്ഥ നമ്മുടെ ചിത്രത്തിന് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതെനിക്ക് എന്നെ വളരെ വേദനിപ്പിച്ചിരുന്നു. ഇപ്പൊ നമ്മുടെ ടീമിലാണെങ്കിലും ഞാൻ ഇവരുടെ അഭിപ്രായപ്പെട്ടിരുന്നു. കാരണം നമ്മളൊക്കെ ഒരു ചെറിയ ആർട്ടിസ്റ്റാണ്, നമ്മൾ വളർന്നു വരുന്ന ആർട്ടിസ്റ്റാണ്. പക്ഷെ നമുക്ക് എന്ത് പ്രതികരിക്കാൻ പറ്റും? കാരണം ഇത്തരം യൂട്യൂബ് ചാനൽ ഈ ഒരു എന്റർടൈൻമെന്റ് ആണ് എല്ലാം ഉദ്ദേശിക്കുന്നതെങ്കിലും ഈ നെഗറ്റീവിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ. കാരണം നമ്മൾ നെഗറ്റീവായിട്ട് എന്ത് പറയുമ്പോഴും ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. പോസിറ്റീവായിട്ടൊരു കാര്യം പറയുമ്പം പ്രത്യേകിച്ച് ആർക്കും എന്തൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ല. അതുപോലെ നമ്മുടെ ചിത്രത്തില് ഇപ്പൊ ഇന്ന അഭിനേതാവ്, അവരെ മുൻ ചിത്രങ്ങൾ അവരുടെ അതിന്റെ ഒരു മുൻവിധി വെച്ചിട്ടൊക്കെ നമ്മുടെ ടീസർ ഇറങ്ങിയപ്പോൾ പോലും ഒരുപാട് മോശം ഞാൻ കണ്ടിരുന്നു. പക്ഷെ ഈ ചിത്രം കണ്ടവര് ഇതിനെപ്പറ്റി നല്ലത് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ തിയേറ്ററിൽ പോയി ചിത്രം കാണുക തീർച്ചയായിട്ടും. അതായത് ഈ ഒരു വീട്ടിലോ എവിടെയെങ്കിലും ഒരു ക്യാമറ മുന്നിലിരുന്ന് കുറച്ച് നെഗറ്റീവ് അടിച്ചു വിടുക ഒരു പടത്തെ പറ്റി, അത് കണ്ടിട്ടും വളരെ മോശമായ രീതിയിൽ, അതായത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല, അത്രയ്ക്കും പറഞ്ഞ പോലെ മ്ലേച്ഛകരമായ രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവര് ചിന്തിക്കുന്നില്ല. അതായത് ഇവര് ഈ പടം എത്ര നാളെടുത്താണ് ഒരു പടം നമ്മുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നത്. ഇതുപോലെ 5-6 വർഷം, അതായത് പ്രീ പ്രൊഡക്ഷൻ, അതിനു മുൻപ് ചിന്തിക്കുന്ന കഥ അവരുടെ മനസ്സിൽ വരുന്ന സമയം മുതൽ ഇത് തിയേറ്ററിൽ വരുന്ന സമയം വരെയുള്ള ഒരു കാലയളവ്, ഇതെല്ലാം കൂടി ഈ ഒരു പടം കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ഷോ അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ വൈകിട്ട് റിവ്യൂ ഇട്ട് തീർക്കുകയാണ്. അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ. അതിനെതിരെ ശരിക്കും പറഞ്ഞാൽ വലിയൊരു നിയമ നടപടിയൊക്കെ വരണമെന്നാണ് ശരിക്കും നമ്മൾ ചിത്രത്തെ എന്താ പറയാ അത്രയും ഇഷ്ടമുള്ളവർ ആഗ്രഹിക്കുന്ന കാര്യം. പടം കാണുക, ജെനുവിനായ ഫീഡ്ബാക്ക് എന്തായാലും വേണം. കാര്യം നമുക്ക് ചില പോരായ്മകൾ ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ നമുക്കൊരു വൺ ടൈം വാച്ചബിൾ ആയിരിക്കും, ഒരു എൻജോയ് ചെയ്ത മൊമെന്റ് ഉണ്ടാകും. പക്ഷെ ഇതൊന്നും അല്ലാതെ ഒറ്റയ്ക്ക് ഇത് കൊള്ളില്ല എന്ന് പറയുന്നത് അത് തീർത്തും മോശമാണ്. അത് ഈ സിനിമയ്ക്കെന്നല്ല, ഇനി വരുന്ന ഏത് സിനിമയ്ക്കാണെങ്കിലും. അപ്പം അത്തരത്തിലുള്ള പ്രവണത എങ്ങനെ കുറയ്ക്കാൻ പറ്റുന്ന എനിക്കറിയില്ല. അപ്പൊ എന്തായാലും ഇപ്പൊ നിങ്ങൾ പലരും ഈ പടം കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇനിയും ഇഷ്ടപ്പെട്ടവർ എന്തായാലും കൂടുതൽ ആളുകളിലേക്ക് പറയുക. നമുക്കിത് നല്ലൊരു ചിത്രമാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. കാരണം നമ്മളെ അറിയുന്ന പല ആളുകൾ പല സ്ഥലത്തും നല്ല റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അപ്പൊ ഇത്തരം ഈ ഡീഗ്രേഡിങ്ങിലൊന്നും ഈ പടം താഴ്ന്നു പോകാതിരിക്കുക എന്നൊരാഗ്രഹം മാത്രമേ ഉള്ളൂ. താങ്ക് യു.